ഏവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വിഷുക്കണി ഒരുക്കുന്ന വീഡിയോയിലോട്ട് സ്വാഗതം. മേടമാസം 1-ാം തീയതിയോ 2-ാം തീയതിയോ ഏപ്രിൽ 14-ഓ 15-ഓ തീയതികളിലാണ് സാധാരണയായിട്ട് നമ്മൾ വിഷു ആഘോഷിക്കാറുള്ളത്. കേരളത്തിലാണ് കൂടുതലും നമ്മൾ വിഷു ആഘോഷിക്കുക. കേരളത്തിൽ മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിൽ കേരളത്തോട് അടുത്ത് നിൽക്കുന്ന ജില്ലകളിലും വിഷു ആഘോഷിക്കാറുണ്ട്. ഓണം വിളവെടുപ്പ് ഉത്സവം എന്നതുപോലെ വിഷു നടീൽ ഉത്സവമാണ്. ഏതൊരു ഉത്സവത്തെയും പോലെ വിഷുവിൻ്റെ പുറകിലും ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. രാമരാവണ യുദ്ധത്തിന് ശേഷം രാമൻ സീതയുമായി തിരിച്ചെത്തിയ ദിവസമാണ് വിഷു ആഘോഷിക്കുന്നതാണ് ഒരൈതിഹ്യം. അതുപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാൻ നരകാസുരനെ വധിച്ച ദിവസവും നമ്മൾ വിഷുവായിട്ട് ആഘോഷിക്കാറുണ്ട്. എന്നാൽ ഇതിനെല്ലാം പുറമെ മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട് കേട്ടോ. രാക്ഷസ രാജാവായ രാവണന് അദ്ദേഹത്തിൻ്റെ മണിമാളികയ്ക്കുള്ളിൽ വെയിലടിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സൂര്യൻ നേരെ ഉദിക്കുന്നത് അദ്ദേഹം വിലക്കിയിട്ടുണ്ടായിരുന്നു. രാമരാവണ യുദ്ധത്തിന് ശേഷം, രാവണൻ മരിച്ചതിന് ശേഷം സൂര്യൻ നേരെ ഉദിക്കാൻ തുടങ്ങിയ ദിവസമാണ് വിഷുവായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. അന്ന് രാവും പകലും തുല്യമായിരിക്കും. വിഷുക്കണി ഒരുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് നമ്മുടെ കണിക്കൊന്നപ്പൂക്കൾ. ഇനി നമുക്ക് എങ്ങനെയാണ് മനോഹരമായൊരു കണി നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഞാൻ ഇതുപോലെ നമ്മൾ വിഷുക്കണി ഒരുക്കുന്നതിന് തൊട്ട് പുറകിലായിട്ട് കുറച്ച് കൊന്നപ്പൂക്കളൊക്കെ കെട്ടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവണിപ്പകൽ ഒന്നെങ്കിൽ ഒരു മഞ്ഞപ്പട്ടോ അല്ലെങ്കിൽ ഒരു വെള്ള തുണിയോ ഇതുപോലെ ഇട്ടതിന് ശേഷം കൃഷ്ണ വിഗ്രഹം എടുത്തു വയ്ക്കണം. കൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ വെച്ചാലും മതി. അതിനുശേഷം ഭഗവാനെ അണിയിച്ചൊരുക്കണം. മാലയും ആഭരണമൊക്കെ ഇട്ട് അണിയിച്ചൊരുക്കണം. പിന്നെ നമ്മൾ കളഭം തൊട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഓട്ടുരുളിയിലേക്ക് നെല്ലും അതുപോലെ തന്നെ ഉണക്കലരിയും ഇട്ട് കൊടുക്കാം. വെള്ളോട്ടുരുളിയാണ് സാധാരണ കണി വയ്ക്കാനായിട്ട് എടുക്കുക. അതിനുശേഷം അതിലേക്ക് മഞ്ഞ പുഷ്പം വിതറിയതിന് ശേഷം കദളിപ്പഴം, ചക്ക, മാങ്ങ, വാൽക്കണ്ണാടി ഇവ നിർബന്ധമായും വയ്ക്കണം. കദളിപ്പഴം കൃഷ്ണനും, ചക്ക ഗണപതിക്കും, മാങ്ങ സുബ്രഹ്മണ്യനും, വാൽക്കണ്ണാടി ഭഗവതിയെയുമാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ കയ്യിൽ എത്രത്തോളം ഫലങ്ങളും പച്ചക്കറികളുണ്ടോ അതെല്ലാം നമുക്ക് കണി വയ്ക്കുമ്പോൾ വെച്ച് കൊടുക്കാം. കാരണം കണി കാണുമ്പോൾ എത്രത്തോളം സമൃദ്ധമായിരിക്കണോ അത്രത്തോളം നല്ലൊരു വർഷമാണ് നമുക്ക് അതുകൊണ്ട് കിട്ടാൻ പോകുന്നത്. ഫലങ്ങളും പച്ചക്കറികളും മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള ധാന്യങ്ങളും വിത്തുകളും എല്ലാം കണി വയ്ക്കുമ്പോൾ നമുക്ക് നിരത്തി വയ്ക്കാം. ഫലങ്ങളും പച്ചക്കറികളൊക്കെ വച്ചതിന് ശേഷം ഒരു കിണ്ടിയിൽ നിറയെ വെള്ളം എടുത്ത് അതിലേക്ക് വെളുത്ത പുഷ്പങ്ങൾ വെച്ച് കൊടുക്കണം. ഇതിലെപ്പോഴും നിറച്ച് വെള്ളം വയ്ക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, കിണ്ടിയുടെ വാലൊരിക്കലും തെക്ക് വശത്തേക്ക് വെക്കാനായിട്ട് പാടില്ല. ഈ വെള്ളം തൊട്ടായിരിക്കണം രാവിലെ കണി കണ്ടുകൊണ്ടിരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതിനുശേഷം ഒരു തളികയിലേക്ക് കോടിമുണ്ട്, സ്വർണം, വെള്ളി, നാണയം, പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് കുങ്കുമച്ചെപ്പ്, കൺമഷിക്കൂട്, വെറ്റില, അടയ്ക്ക, കളഭം ഇതെല്ലാം ചാർത്തി കൊടുക്കണം. ഇപ്പോൾ ഇതിങ്ങനെ ഞാൻ കുങ്കുമച്ചെപ്പ് അടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് ഇതാവാതിരിക്കാനാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത് മണിയാണ്. അപ്പോൾ രാവിലെ നമ്മൾ വെളുക്കുഴുത്തി കഴിയുമ്പോൾ ഭഗവാനെ പൂജിക്കാനുള്ള മണി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടങ്ങാഴി നിറയെ നെല്ല്, പിന്നെ ഉണക്കലരി, കണ്ണിന് കുന്നിക്കുരു ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഒരു കുഞ്ഞു തളികയിൽ വെള്ളം വച്ചിട്ട് വെള്ള പുഷ്പം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വെച്ച് കൊടുക്കുന്നത് ഗ്രന്ഥക്കെട്ടാണ്, രാമായണമാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം വിളക്കിൽ തിരിയിട്ട് എണ്ണ ഒഴിച്ച് വയ്ക്കും. അപ്പോൾ ഇപ്പം തന്നെ അത് കത്തിക്കില്ല. നമ്മൾ വെളുപ്പാൻ കാലത്ത് പുലർച്ചെ എണീറ്റ് വരുമ്പോഴാണ് തിരി കത്തിക്കുക. അപ്പോൾ കിഴക്കോട്ട് തിരിയിട്ട് ആദ്യം കത്തിച്ചതിന് ശേഷമാണ് മറ്റു തിരികളൊക്കെ നമ്മൾ കത്തിക്കാം. അപ്പോൾ 1, 3, 5 തിരികൾ വരെ നമ്മളതിലിടും. അതുപോലെ കണിയിൽ ഒഴിച്ചുവിടാൻ പറ്റുന്ന ഒന്നാണ് വാൽക്കണ്ണാടി. അപ്പോൾ നമ്മൾ കണി കാണുമ്പോൾ നമ്മളെ കൂടി കാണാനായിട്ട് ഭഗവതിയെ പ്രദാനം ചെയ്യുന്നതാണ് വാൽക്കണ്ണാടി. സാധാരണ 6 മുള കണ്ണാടിയാണ് വയ്ക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു കണ്ണാടിയാണ് വാൽക്കണ്ണാടി ായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ വെച്ചേക്കണേ. അതുപോലെ തന്നെ മുറുത്തേങ്ങ വയ്ക്കും കേട്ടോ. മുറുത്തേങ്ങയിൽ നെയ്യ് ഒഴിച്ചിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ എള്ളുതിരി ആക്കിയിട്ട് വയ്ക്കാം. അപ്പോൾ അതും രാവിലെ വേണമെങ്കിൽ കത്തിക്കാം കേട്ടോ. അതുപോലെ വയ്ക്കും. അതുപോലെ തന്നെ കർപ്പൂരമൊക്കെ വയ്ക്കും.
വിഷുവിനെ വരവേൽക്കാൻ തലേ ദിവസം തന്നെ വീടും പരിസരവും ഒക്കെ ശുദ്ധിയാക്കിയതിന് ശേഷം ചേഷ്ട ഭഗവതിയെ ഓടിക്കുന്നു. അതിനുശേഷം നമ്മൾ പടക്കവും കമ്പിത്തിരിയും പൂത്തിരിയൊക്കെ കത്തിച്ച് തുടങ്ങി വിഷുവിനെ വരവേൽക്കായി. അപ്പോൾ തലേ ദിവസം വൈകുന്നേരം തന്നെ വീട്ടിലെ മുതിർന്ന സ്ത്രീകളാണ് കണിയൊരുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കണിയൊക്കെ ഒരുക്കിയതിന് ശേഷം വെളുപ്പിനെ എണീറ്റ് കിഴക്കോട്ടുള്ള തിരി കത്തിച്ച് ഭഗവാനെ തൊഴുന്നു കേട്ടോ. വിഷുക്കണി ഒരുക്കുന്നതിൽ പ്രധാനമാണ് കണിക്കൊന്ന പൂവ്. അപ്പോൾ വിഷു വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മൾ ഈ കണിക്കൊന്ന മരങ്ങളൊക്കെ നന്നായിട്ട് പൂത്തൊലഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടാവും. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്, ഒരു ഐശ്വര്യമാണ്. സ്വർണ്ണവർണ്ണ നിറത്തിൽ ഇതുപോലെ ഇലകളൊന്നുമില്ലാതെ പൂക്കൾ മാത്രമായിട്ട് ഈ സമയത്ത് ധാരാളം പൂക്കൾ കിട്ടും. അപ്പോൾ നമുക്കിത് എത്രത്തോളം നമ്മുടെ വിഷുക്കണിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നോ അത്രത്തോളം ഉൾപ്പെടുത്താം, കാരണം നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ നമുക്കിവിടെ അത്യാവശ്യം സമൃദ്ധമായി തന്നെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയ്ക്ക് അധികം ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാവരും അവരവർക്ക് പറ്റുന്ന രീതിയിൽ എല്ലാവരും വിഷുക്കണി ഉണ്ടാക്കുക. കാരണം ഇതൊരു സന്തോഷമാണ്, നമ്മുടെ സന്തോഷമാണ് നമ്മൾ എടുക്കുന്ന ഓരോ വിഷുക്കണിയും. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാവുന്ന നമ്മുടെ കഴിവിനനുസരിച്ചുള്ള വിഷുക്കണികൾ എല്ലാവരും വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുക. അതുപോലെ തന്നെ വിഷുവിൻ്റെ അന്ന് എന്തെങ്കിലും ഒക്കെ വിത്തുകൾ, നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ വിത്തുകൾ കൊണ്ട് നടുക. കാരണം നടീൽ ഉത്സവമാണ് വിഷു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിത്തുകൾ എല്ലാവരും കൂടി നമ്മുടെ അടുക്കള തോട്ടത്തിൽ പോയി നടുക. അതുപോലെ വിഷുക്കട്ടയും വിഷു സദ്യയൊക്കെ കഴിക്കുക. കാരണം തൃശ്ശൂരുകാരുടെ ഒരു പ്രത്യേകമാണ് വിഷുക്കട്ട. അതായത് തേങ്ങാപ്പാലും ജീരകമൊക്കെ ചേർത്ത് മധുരമൊന്നുമില്ലാതെ ചേർക്കുന്ന ഒരു ഇതാണ് കേട്ടോ വിഷുക്കട്ട. പിന്നെ വിഷുവിന് സ്പെഷ്യലായുള്ളതാണ് എലിശ്ശേരികൾ, മാമ്പഴ പുളിശ്ശേരി, ചക്ക എലിശ്ശേരിയൊക്കെ. ഇതെല്ലാം സന്തോഷത്തോടെ എല്ലാവരും ഉണ്ടാക്കുക. വളരെ സന്തോഷത്തോടെ ഞാൻ ഉണ്ടാക്കി ഈ വിഷുക്കണിയുടെ വീഡിയോ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതിൽ നിന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. മനസ്സ് നിറയെ സന്തോഷത്തോടെയും ഐശ്വര്യത്തോടെയും ദീപം കൊളുത്തി വിഷുക്കണി കാണുക. ദീപം കൊളുത്തിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച് കിണ്ടി വെള്ളം തൊട്ട് കണ്ണിൽ വെച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ കാണുന്ന വിഷുക്കണി നമ്മൾ എത്രത്തോളം ഭംഗിയായിട്ട് എത്രത്തോളം സാധനങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ടോ അതൊക്കെ കൺകുളിർക്കെ കാണുക. അതിനുശേഷം വീട്ടിലുള്ള കൊച്ചുമക്കളെയും വീട്ടിലുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും കണി കാണിക്കുക. നമ്മൾ കണി കണ്ടതിന് ശേഷം എല്ലാവരും കണി കണ്ടതിന് ശേഷം പുറത്ത് പോയിട്ട് കിഴക്കോട്ട് കാണിച്ച് പ്രകൃതിയെ കണി കാണിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പക്ഷിമൃഗാദികളെ എല്ലാം നമ്മൾ വിഷുക്കണി കാണിക്കും. കണി കണ്ടതിന് ശേഷം നമുക്ക് കിട്ടുന്ന വിഷുക്കൈ നീട്ടം, അത് സ്വർണ്ണമായാലും വെള്ളിയായാലും നാണയത്തൊട്ടാണെങ്കിലും സന്തോഷത്തോടെ സ്വീകരിക്കുക. അടുത്ത വർഷം വരെ സൂക്ഷിച്ചു വയ്ക്കുക. എന്തെങ്കിലുമൊക്കെ വിത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് എല്ലാവരും കൂടി നടുക. അപ്പോൾ എത്രത്തോളം ഭംഗിയായിട്ട് ഐശ്വര്യത്തോടെയുള്ള വിഷുക്കണി കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. സന്തോഷത്തോടെ തന്നെ ഒരുമിച്ച് എല്ലാവരും വിഷുക്കണി കാണുക. വരാൻ പോകുന്ന വർഷത്തിൻ്റെ തുടക്കമായാണ് നമ്മൾ ഓരോ വിഷുവും കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ദിവസം കാണുന്ന വിഷുക്കണി വളരെ മനോഹരവും അത്രത്തോളം സമൃദ്ധമായും കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഈ വിഷു ആഘോഷിക്കുക. ഏവർക്കും ഞങ്ങളുടെ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ വിഷു ആശംസകൾ. നന്ദി.